പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകളിൽ 6-ാമത്തെ സഭയായ ഫിലദൽഫിയ സഭയോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ഒരു വാക്കാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. സ്തോത്രം. ദൈവം തൻ്റെ സഭയോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ എത്രയോ വാതിലുകളിലാണ് ഓരോ ദിവസം മുട്ടുന്നത്. വ്യത്യസ്തമായ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ പല വാതിലുകളെ നാം മുട്ടാറുണ്ട്. എന്നാൽ നാം മുട്ടുന്ന വാതിലുകളൊക്കെ പലപ്പോഴും നമുക്ക് വേണ്ടി തുറക്കപ്പെടാറില്ല. അതിൻ്റെ മനോവിഷമം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. നാം ആവശ്യപ്പെട്ട് ഒരു സഹായത്തിനായി ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ സഹായിച്ചെന്ന് വരികയില്ല. നമ്മൾ ചില വാതിലുകൾ ആവശ്യത്തിനായി മുട്ടുമ്പോൾ അതെല്ലാവരും തുറന്നു എന്ന് വരികയില്ല. സ്തോത്രം. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഫിലദൽഫിയ സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ദൂതിൽ കൂടെ ദൂത് പറയുകയാണ്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിൻ്റെ ആ തുറക്കപ്പെട്ട വാതിലിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ താഴെ പറയുന്നുണ്ട്, അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പല വാതിലുകൾ നമ്മൾ മുട്ടിയിട്ടും ഇന്ന് വരെയും വാതിലുകൾ, മാനുഷിക വാതിലുകൾ തുറന്നില്ല. പല ദൈവങ്ങളോടും നാം പ്രാർത്ഥിച്ചു, പക്ഷെ ഇന്ന് വരെയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചില്ല. പല വൈദ്യന്മാരെ കണ്ടു, ഇന്ന് വരെയും നമ്മുടെ രോഗങ്ങൾക്ക് ശമനം ലഭിച്ചില്ല. പല വിഷയത്തിനായി പരിഹാരത്തിനായി നാം പലയിടങ്ങളിൽ പോയി, പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് പരിഹാരം ലഭിച്ചില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം, ഞാൻ അറിയുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നോട് പറയുന്നു, നിങ്ങളോട് പറയാൻ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. സ്തോത്രം. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാൻ താമസിച്ചത് മുഖാന്തരം, അയ്യോ ഇനിയും എൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കുകയില്ലല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാതാണ്, സ്തോത്രം, ദൈവം അടയ്ക്കാത്ത ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിൽ ഒരിക്കലും അടയപ്പെടരുതെന്ന് ആഗ്രഹമുള്ളവനാണ് ദൈവം. സ്തോത്രം. അല്പം താമസിച്ചാലും ദൈവം നമുക്ക് തരുന്ന നന്മ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അല്പം താമസിപ്പിച്ചാണ് നമുക്ക് ചില മറുപടികളൊക്കെ തരുന്നത്. നമ്മളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ അതിന് മറുപടി കിട്ടണമെന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. അത് നല്ലതാണ്, മാനുഷികമായ ചിന്തകളാണ്, അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കാൻ കഴിയുന്നത്. ക്ഷമാശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ദൈവം നിങ്ങൾക്കായി ഇന്ന് പകൽക്കാലം ചില വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. ആ ദൈവം തുറക്കുന്ന വാതിൽ ഒറ്റ കുഞ്ഞിനും അടയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പിശാചി എത്ര പദ്ധതി ഇട്ടാലും ആ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. മനുഷ്യരെ എത്ര പദ്ധതി ഇട്ടാലും നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മ തടയപ്പെട്ടാൽ அதை തടഞ്ഞു വെക്കാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിലൊന്ന് വിശ്വസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവിടെ പറയുന്നു, നമ്മുടെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം അറിഞ്ഞുകൊണ്ടാണ് ചില വാതിലുകൾ നമുക്ക് തുറക്കാൻ പോകുന്നത്. സ്തോത്രം. നിങ്ങൾ ചില ജോലി സംബന്ധമായ വിഷയത്തിന്മേൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണോ? ജോലി സ്ഥിരതയില്ലെന്നോ അല്ലെങ്കിൽ ജോലി ലഭിച്ചില്ലെന്നോ ഒക്കെ വിഷയമാണോ? നിങ്ങൾ ഈ കർത്താവിലൊന്ന് വിശ്വസിച്ചാട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. കടഭാരത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ദൈവം നിങ്ങൾക്കായി ചില വഴികളെ തുറക്കപ്പെടാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നുവരെയും വന്നിട്ടുള്ള ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. ആ യേശു കർത്താവിന് മുമ്പിൽ കൊണ്ടുവരുന്ന പ്രയാസത്തിൻ്റെ കാഠിന്യം എത്രയെന്ന് നോക്കിയല്ല, അല്ലെങ്കിൽ കൊണ്ടു ചെന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ മതി, നമ്മുടെ പ്രതികൂലങ്ങളെ മാറുകയാണ്, നമ്മുടെ പ്രയാസങ്ങൾ മാറുകയാണ്. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്.
ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്ക് വേണ്ടി മനുഷ്യൻ തുറന്നു തന്ന ചില വാതിലുകളൊക്കെ മനുഷ്യരാലും പിശാചിനാലും ഒക്കെ അടയപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യാൻ പോകുന്ന വർക്കുകൾ വളരെ പെർഫെക്റ്റ് ആണ്. സ്തോത്രം. കാരണം നീതിമാനായ ദൈവം നീതിയോടെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന എല്ലാ നന്മകളും അത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, അങ്ങ് എനിക്കായി തുറക്കപ്പെടാൻ പോകുന്ന, തുറന്നു തരാൻ പോകുന്ന വാതിലിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നത് പറയണം. അത് ആ നന്ദി ദൈവത്തോട് പറയണം. നമ്മൾ തുറന്ന് കണ്ടിട്ടല്ല നന്ദി പറയേണ്ടത്. അതിന് മുൻപ് തന്നെ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വാതിലിനായി സ്തോത്രം എന്ന് പറയുവാൻ ഇന്ന് പലകാലം എത്ര പേർ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങൾക്കായി ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ വിഷമങ്ങൾ മാറും. നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം തുറക്കും. ആകയാൽ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ദൈവം തുറക്കുന്നതിനെ തടയാൻ ആർക്കാ കഴിയുന്നത്? ശത്രു എത്ര പ്രബലനായിക്കോട്ടെ, നമ്മളെക്കാട്ടിലും അധികമായി എണ്ണത്തോടുകൂടി ആയിരിക്കാം ശത്രുക്കൾ നമ്മുടെ നേരെ വരുന്നത്. പക്ഷേ നമ്മുടെ കൂടെയുള്ള ദൈവത്തിന്റെ സാമ്രാജ്യത്തെ, ആ സൈന്യത്തെ കണ്ടാൽ ശത്രുവിന് നമ്മുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഗോലിയാത്ത് കണ്ടത് ദാവീദിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കവണയാവും, അത്ര ഒരു കല്ലും ഒരു കമ്പുമാണ് കണ്ടത്. പക്ഷേ അതിന്മേലുള്ള ശക്തി അവന് കാണുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ശത്രുക്കൾ നിന്നെ നോക്കുമ്പോൾ നീ കാണുന്ന വളരെ ലീനായി, അല്ലെങ്കിൽ നീ വണ്ണമില്ലാതെ വളരെ നിരാലംബരായി നിരാശയോടെ നിൽക്കുന്ന മനുഷ്യനെയായിരുന്നു അത് ഈ ശത്രുക്കൾ കാണുന്നതെങ്കിലും ദൈവമേതിലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ വില എത്രയാണ്, നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എത്രയെന്ന് ശത്രുവിന് തിരിച്ചറിയാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ദാവീദ് എടുത്തു വെച്ച കല്ലുകളൊന്നും എല്ലാം ഉപയോഗിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഒറ്റ കല്ലുകൊണ്ട് ശത്രുവിനെ തീർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് പകലക്കാലം ഞങ്ങളുടെ മേലുള്ള ആത്മാവിന്റെ വ്യാപാരത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ, സ്തോത്രം, ആ ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ മുൻപിലുള്ള സകല വാതിലുകളെ ദൈവം തുറന്ന് നിങ്ങളെ മുൻപോട്ട് നയിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് താഴെ സ്ക്രീനിൽ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾ അയച്ചു തരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന ഈ കർത്താവ് നിങ്ങൾക്ക് മതിയായവനാണ്. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് യേശു കർത്താവ് മറുപടി നൽകും. സ്തോത്രം. യേശു ഒരു വാതിൽ തുറക്കാൻ വിശ്വാസമുണ്ടോ? ഒന്ന് വിശ്വസിച്ചേ, ആ ഹൃദയത്തിൽ ഒന്ന് സന്തോഷിച്ചേ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.